ಶಾಪ ಇನ್ನ ഒരു മൃഗത്തിന് ഞങ്ങൾ ശാപ വെച്ചെങ്കിൽ ആ മൃഗത്തെ പിന്നെ ഞങ്ങളെ മുട്ടാൻ പോകുതീരാ ഞങ്ങള് പെണ്ണിങ് ഒരു ഹാന്ന് ഒരു തൊട്ടേക്ക് പിടിച്ചേക്ക് ശാപ വയ്ക്കും ചത്തിട്ട് പോകണം കൈ പൊലിഞ്ഞു പോകണേ മനസ്സ് അറിഞ്ഞിട്ടുള്ള അർസപർവ ചൊന്നു പേനുട്ടുള്ള കിടാവിടെ കൈ പൊലിയെടുത്ത് പോയിട്ട് കിടാവ് ഇടയ്ക്കിടെ ഒരു ഉಗುರು പൊലിഞ്ഞെങ്കിൽ ഉമ്മക്ക് സദിക്കാൻ പിന്നെ അർസത്തിൽ അത് ചൊന്നുകൊണ്ട് കൈ പൊലിയോ ഉമ്മയുടെ ശാപ ഇന്നോടെ മുട്ടത്തേക്ക് കുതീറാ ഉമ്മയുടെ പുറത്ത് ഇല്ലാത്ത ഒടിക കൂടുകുതീറാ ബാപ്പയുടെ പുറത്ത് ഇല്ലാത്ത ഒടിക കൂടുകുതീറാ ഓണാതിന്റെ ചങ്ങായിമാരിൽ ഏതെങ്കിലും ഒരാളുകൾ ഉമ്മയുടെ പുറത്ത് ഇല്ലാണ്ടെങ്കിൽ ഒടിക കൂടി നടക്കുന്നുകുതീറാ ഹബീബായ തങ്ങൾ ചൊല്ലുടോ ആകാശത്തിലും അല്ലാഹുവിന്റെ ശാപമുണ്ട് ദുനിയാവിലും അല്ലാഹുവിന്റെ ശാപമുണ്ട് അങ്ങനത്തെ ശാപമുള്ള ഒരാളുടെ നിങ്ങൾ കൂടി നടക്കുന്നുകുതീറാ ശാപ ഇന്ന ഒരാളുടെ ഒരു മൃഗത്തിന് ഞങ്ങൾ ശാപ വെച്ചെങ്കിൽ ആ മൃഗത്തെ പിന്നെ ഞങ്ങളെ മുട്ടാൻ പോകുതീരാ ഞങ്ങള് പെണ്ണിങ് ഒരു ഹാന്ന് ഒരു തൊട്ടേക്ക് പിടിച്ചേക്ക് ശാപ വയ്ക്കും ചത്തിട്ട് പോകണം കൈ പൊലിഞ്ഞു പോകണേ മനസ്സ് അറിഞ്ഞിട്ടുള്ള അർസപർവ ചൊന്നു പേനുട്ടുള്ള കിടാവിടെ കൈ പൊലിയെടുത്ത് പോയിട്ട് കിടാവ് ഇടയ്ക്കിടെ ഒരു ഉಗುರು പൊലിഞ്ഞെങ്കിൽ ഉമ്മക്ക് സദിക്കാൻ പിന്നെ അർസത്തിൽ അത് ചൊന്നുകൊണ്ട് കൈ പൊലിയോ പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ അവസരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടി മെല്ലെ നടക്കുന്നത് എങ്ങനെ ആകുമ്പോൾ സ്പീഡ് ആവില്ല ആ വണ്ടിയുടെ യജമാനനായ സ്വഹാബി ചൊല്ലു അല്ലാഹുമ്മ ലഅൻഹു പടച്ചോനെ ഹലാക്കടെ വണ്ടി ഇത് നശിച്ചു പോണു ഈ വണ്ടി ഹലാക്കായി പോണു സ്വഹാബി ചൊല്ലു ഉടനെ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്നു ആരാണ് വണ്ടിക്ക് ശാപ വെച്ചേ ആ വണ്ടി ആര് ശാപ വെച്ചേ ഏത് വണ്ടിയാണ് അത് ശാപ വെച്ചേ അല്ലാഹുവിന്റെ റസൂൽ ഗൗജാക്കി സ്വഹാബികൾ ചൊല്ലാൻ നബിയേ ഇയാളാണ് നബിയേ വണ്ടിക്ക് ശാപ വെച്ചേ ഹബീബായ തങ്ങൾ കേൾക്കുന്നു ഏത് വണ്ടിയാണ് ശാപ വെച്ചേ ഇന്ന വണ്ടിക്ക് നബിയേ ആ വണ്ടിയുടെ നോക്കുമ്പോൾ വണ്ടിയുടെ മുതൽ ഒരേ വലിയ ദിന്നത്തെ സാമാനെല്ലാം വെച്ചിട്ടുണ്ട് മറുഭൂമിയുടെ കപ്പലിട്ടാണ് വണ്ടിക്ക് പേര് എത്ര നല്ല ദിന്നത്തെ സാമാന്റെ പുറത്തോട്ട് ഒരു 4 മൈൽ നടക്കുന്ന അവിടെ സാമർഥ്യമുള്ള ഒരു മൃഗമാണ് ആ വണ്ടിയിൽ വലിയ പാഠമുണ്ട് പരിശുദ്ധ ഖുർആനത് ചൊല്ലു അങ്ങനെ വിഷയങ്ങളല്ലാത്തതുകൊണ്ട് വിശദീകരിക്കില്ല ആ വണ്ടിക്ക് ശാപ വെച്ചിട്ട് ഹബീബായ തങ്ങൾ ചൊല്ലു ആ വണ്ടിക്ക് നിങ്ങൾ ശാപ വെച്ച് ആ വണ്ടിയുടെ മേലുള്ള എല്ലാ സാമാനത്തെ കീൽബൈക്കോർ എല്ലാ സാമാനത്തെ കീൽബൈപ്പാട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു വണ്ടിയുടെ ബല്ലികൾ ചിബിടോറു എന്റെ നബിയേ ശാപമുള്ള വണ്ടി ഞങ്ങളെ കൂടെ കൊണ്ടുപോകുതീറാ ശാപ ഇന്നകന്റെ മൃഗം ഞങ്ങളെ കൂടെ കൊണ്ടുപോകുതീറാ ഞങ്ങളെ സഫറിൽ ഞങ്ങളെ യാത്രയിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവാൻ ശാപ ഒരു വ്യക്തിക്ക് വെച്ചെങ്കിൽ ആ വ്യക്തി മുട്ടയ്ക്കൊണ്ടുപോകുതീറാ ശാപ ഒരു വാഹനത്തിക്ക് വെച്ചെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യണുകുതീറാ ശാപ ഒരു മൃഗത്തിക്ക് വെച്ചെങ്കിൽ ആ മൃഗത്തിക്ക് ഞങ്ങൾ ഇക്കൊണ്ടുപോകുതീറാ ബർക്കത്തില്ലാട്ടായി പോകും നാവിടെ ജാഗ്രത ശാപ വയ്ക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു ഉമ്മയുടെ ബാപ്പയുടെ പുറത്തില്ലാത്തവനു ശാപ ഇന്നോണു അവനു അല്ലാഹുവിന്റെ ആകാശത്തിലും ഭൂമിയിലും ശാപമുണ്ട് അവന്റെ നിങ്ങൾ കൂടി നടക്കുന്നുകുതീറാ ഉമ്മയുടെ പുറത്തില്ലാത്തവനു നടക്കുന്നുകുതീറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മായുടെ മഹത്വം ചൊന്ന് പഠിപ്പാട്ടുമ്പോൾ ചിലപ്പോൾ ഉമ്മ മരിച്ചു പോയാൽ സ്വഹാബികൾ വന്ന് കേൾക്കുന്ന നബിയെ ഞാൻ ഇനി എന്തെങ്കിലും ആക്കണ ഉമ്മക്ക് വേണ്ടിയിട്ട് തന്റെ ഉമ്മക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ആക്കണ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മോനു കഅബത്തെ തവാഫ് ചെയ്യുമ്പോൾ യമൻ ദേശത്തെ പല്ലക്കനത്തെ ഒരു ബാലകാര ഉണ്ടല്ലേ ഉമ്മയുടെ കുഞ്ചിൽ ദൈപ്പാട്ടി പുറത്തോട്ടുണ്ട് തവാഫ് ചെയ്യുമ്പോൾ ഇണ്ട് തവാഫ് ചെയ്യുമ്പോൾ തവാഫ് നമുക്ക് തീരില്ലെങ്കിൽ മത്വാഫിലുണ്ട് വീൽ ചെയർ ഉണ്ട് വയസ്സായ ആൾമാരെ ദൈപ്പാട്ടി ഊന്തിയോണ്ട് തവാഫ് എങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മോന്റെ വയസ്സായ ഒരു ഉമ്മയുടെ മുതുല് ദൈപ്പാട്ടി പുറത്തോട്ട് ഒരാൾ തവാഫ് ചെയ്യുന്നുണ്ട് അയാൾ യമൻ ദേശത്തെ ഹജ്ജുകോ ഉംറത്തുകോ അതല്ലെങ്കിൽ തവാഫുകോ വേണ്ടി മക്കത്തേക്ക് വന്നിരെ യമന്റെ പിടിച്ചിട്ട് കഅബത്തോട് അയാൾ ഉമ്മയുടെ പുറത്തോട്ട് വന്നിരെ ഒരു കിടാവിടെ തട്ടിയിട്ട് തങ്ങൾ എത്ര നേരം നടക്കുന്നു ഒരു കിടാവിടെ തട്ടിയിട്ട് ഒരു മംഗലത്തെ ഹാളിൽ പോയെങ്കിൽ ആ മംഗലത്ത് കൂടി ഞങ്ങളുടെ സ്വന്തം ജണ്ടർഷായ ഉലകത്തെ മക്കളെ എത്ര നേരം തട്ടി നിൽക്കുന്നു എത്ര പെട്ട കൈബദലാക്കല എത്ര പെട്ട കീൽ ബൈക്കല എത്ര പെട്ട മടിയിൽ ബൈക്കല എത്ര പെട്ട ആരെങ്കിലും കിടാവിടെ ഒന്ന് തട്ടുവാറാണ്ട് കാത്തു നിൽക്കണ എന്തേ ചമ്മനാര തട്ടി നിൽക്കുന്നു
ഒരു രാജ്യത്തെ ഒരു ദേശത്തെ മക്കത്ത് ഉമ്മയുടെ പുറത്തോട്ട് വന്ന ഒരാള് അയാൾ ഉമ്മയുടെ പുറത്തോട്ട് തവാഫ് ചെയ്യുമ്പോൾ ഉമർ ഖത്താബിന്റെ മോന്റെ കണ്ടിട്ട് ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ എൻ്റെ ഉമ്മരനാണ് പുറത്തോട്ട് വന്ന കഅബത്തെ തവാഫ് ചെയ്യുവാട്ടുണോ നന്റെ ഉമ്മയുടെ കഅബത്തെ തവാഫ് ചെയ്യുവാട്ടുണോ വേണ്ടിട്ട് ഞാൻ കുഞ്ചിനെ ദീപാട്ടുണ്ട് യമന്റെ വന്നരെ നന്റെ ഉമ്മരുടെ കടപ്പാടനൊക്കെ തീരുവാ നന്റെ ഉമ്മരുടെ ബാധ്യതനൊക്കെ തീരുവാ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബി ചൊല്ലു നിങ്ങളെ ഉമ്മരുടെ ബാധ്യത പോയിട്ട് നിങ്ങളെ ഉമ്മ നിങ്ങളെ ബയത്തിൽ വെച്ചിട്ട് കർപ്പും ചായപ്പ ഇടക്കിടക്കൊന്ന് നൊമ്പല പറമ്പത്തുകു ആ ബയത്തിലൊക്കെ നിങ്ങൾ പറമ്പത്തുകു ഉമ്മ ആയോണ്ട് എനിക്ക് നൊമ്പല ഉണ്ടല്ലേ ആ ഒരു ഗണികായ കനികത്തെ നൊമ്പലത്തെ 100 പോലും യമൻ ദേശത്തെ ഊടക പുറത്തു വന്ന് തവാഫ് ചെയ്യുവാറ്റത് ബദലുക സിക്കോ സാധ്യമല്ല ഉമ്മയുടെ ജീവനത്തിൽ ഏറ്റവും വലിയ ഒരു ആശയായ തവാഫ് ചെയ്യുന്നുണ്ട് ഒരു ദേശത്തെ പുറത്തു വന്ന് തവാഫ് ചെയ്യുവാറ്റതുണ്ടല്ലേ ഉമ്മ നിങ്ങളെ ഭയത്തിൽ വെച്ചിട്ടായ ഒരു നൊമ്പല ഒരു ഉമ്മ പൊട്ടിയ ഒരു ശ്വാസമുണ്ടല്ലേ പകരമാവണ സാധ്യമല്ല അത്രക്കും കടപ്പാടുകൾ ഉമ്മരൊട്ടിക്ക് നിങ്ങൾ കൊണ്ടുകൊണ്ട് പടിപാറ്റി മതമാണ് പരിശുദ്ധ ഇസ്ലാം അപ്പൊ നാ ചൊന്നോട്ട് വന്നേ ഉമ്മയുടെ ബല ഗൊന്തായ കനികത്തെ മഹാന്മാർ അങ്ങനെ ജീവനത്തിൽ ഉമ്മ മരിച്ചൽ പിന്നെ പോലും അല്ലാഹുവിന്റെ റസൂലിലേക്ക് വന്ന നബിയേ ഇന്ന ഉമ്മീ ഖദ് മാതത് തന്റെ ഉമ്മ മൗതായിരുന്നു നബിയേ തന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു നബിയേ തന്റെ ഉമ്മക്ക് വേണ്ടി ഇനി എന്തെങ്കിലും നാനാകൊണാട് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു സഹബ ഉമ്മക്ക് വേണ്ടി ദുആറക്കണോ ഉമ്മക്ക് വേണ്ടി മാഫ് കേൾക്കണോ ഉമ്മയുടെ പേരിൽ സ്വതക കൊടുക്കണോ ഉളൂർ പള്ളിയുടെ പരിസരത്തുള്ള വിദ്യാഭ്യാസ കേന്ദ്രമാകുന്നു മരണപ്പെട്ടു പോയ പാപ്പയുടെ പേരിൽ മരണപ്പെട്ടു പോയ ഉമ്മയുടെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് തന്നെ സമ്പത്തര എത്ര ചെലവാക്കണോ കാവടാ അത്തരയുടെ മീതെ ചെലവാക്കണ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിപ്പോയി തേടുകണ്ടെങ്കിൽ അല്ലാഹുടെ സ്വർഗ്ഗമുണ്ടോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വലിയ ഒരു യാത്ര ചെയ്യുമ്പോൾ അറബിയായ ഒരു മനുഷ്യനെ എതിർക്കിട്ടേ ഒരു ഗ്രാമീണ പ്രദേശത്തെ ഒരു ഹല്ല പ്രദേശത്തെ ഒരാൾ ഇങ്ങനെ എതിർക്കിട്ടുമ്പോൾ ഉമർ ഖത്താബിന്റെ മൂന്ന് ബാലകാരായ എതിർക്ക് കിട്ടിയാൽ തനിക്കാക്കുമ്പോൾ അയാൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ ഒരു ചങ്ങായിയുടെ മോനാണ് ഉമർ ഖത്താബിന്റെ വഫാത്തിരണം തറ ഉമർ ഖത്താബിന്റെ വഫാത്തിരണം തറ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സഫറിലേക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ അതാ ഉമർ ഖത്താബിന്റെ ചങ്ങായിയുടെ ഒരു മോണ് കിട്ടുമ്പോൾ ആ ബാലകാരണ്ടിക ഇന്നയാളെ മോണല്ലേ എന്ന് കേൾക്കുമ്പോൾ അയാൾ അതേ ഉമർ ഖത്താബിന്റെ ചങ്ങായിയുടെ മൂന്ന് നാണിട്ട് ചൊല്ലുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തലലുള്ള മുണ്ടാസിരകിച്ചിട്ട് അയാൾക്ക് കൊടുക്കൊരു തലലുള്ള മുണ്ടാസിരകിച്ച് കൊടുക്കൊടു എന്നിട്ട് യാത്ര ചെയ്യടെ വാഹനമായ കറ്റ ഉണ്ടല്ലേ ആ കറ്റരെ പള്ളിയിൽ അയാളെ കയ്യിൽ കൊടുത്തു ചൊല്ലുടോ തന്റെ വാഹന ഇന്നലെ പിന്നെ നിങ്ങാണ് തെരുലാരെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പേഞ്ഞോട്ട് പറഞ്ഞ ഒരാളൊക്കെ ഞങ്ങൾ ഏറ്റവും ചെറിയ ഒരു നോട്ടെടുത്തിട്ട് സ്വതക്ക കൊടുക്കില്ലേ അതേ ഞങ്ങൾ ബസ്സിലെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ട്രെയിനിലെ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സിയാറത്തിന് പോകുമ്പോൾ എവിടെയെങ്കിലും ചുറ്റുണക്ക് പോകുമ്പോൾ ഹോട്ടലിലെ ബായില്ല അങ്ങാടെ ബായില്ല പാവപ്പെട്ട ഒരാൾ ചിലപ്പോൾ കിടാവിടെ തട്ടിട്ട് ബേങ്ങുണക്ക് പറയുമ്പോൾ ഇതിൽ ചെറിയ ഒരു നോട്ടെടുത്തിട്ട് ഞങ്ങൾ കൊടുക്കില്ലേ അതുപോലെ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മോനുണ്ടല്ലേ അതാ ഒരു പാവപ്പെട്ട ഒരു ഫഖീറനായ ഒരാൾക്ക് കൊടുക്കുടന്തര കൊണ്ടുണ്ട യാത്ര ചെയ്യുന്നോണ്ടുള്ള വാഹനമാണ് നാളും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതേ നല്ല ഒരു കാറുള്ള യാത്ര ചെയ്യുമ്പോൾ ഒരാള് പേഞ്ഞോണ്ട് പറയുമ്പോൾ വാഹനത്തെ കീലിഞ്ഞിട്ട് ഇതാ എന്റെ വാഹനത്തെ വേദിയിൽ എടുത്തുക ചൊല്ലിട്ടു നടന്നിട്ട് അയാളുടെ വാഹനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കും വിശ്വസിക്കണോ കാവൂടാ ഒരാൾക്കും വിശ്വസിക്കണോ കാവൂലല്ലേ ഉമർ ഖത്താബിന്റെ മോന് വാഹനത്തെ കടിഞ്ഞാണ് അയാളെ കയ്യിൽ കൊടുക്കുമ്പോ കൂടെ ഉള്ള സ്വഹാബിക ചൊല്ലുടെ സുബ്ഹാനല്ലാഹ്
ഉമർ ഖത്താബിന്റെ മോനെ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, അല്ലാഹു പ്രതിഫലം തരട്ടെ. പക്ഷെ എന്തിന് ഇങ്ങനെല്ലാം അയാൾക്ക് കൊടുക്കണോ? അങ്ങ് പേങ്ങിടങ്ങല്ലേ, അങ്ങ് കൈനീട്ടിടങ്ങല്ലേ, അങ്ങ് എന്തെങ്കിലും കേൾക്കുമ്പോ എത്ര ചെറിയതൊന്നും കൊടുത്തെങ്കിലും അങ്ങക്ക് നല്ല കൊസിയാവിടോ. അങ്ങനത്തെ കൊസിയാവിടെ ഇതെല്ലാം കൊടുക്കുന്ന ആവശ്യകത ഉണ്ടാവുണ്ട്. കേൾക്കുമ്പോ ഉമർ ഖത്താബിന്റെ മോനെ ചെന്ന പലക്കെന്തര കൊന്നുണ്ടാ നിന്റെ ഈമാനുള്ള പിരിസപ്പെട്ട ബാലക്കാരാ, നിന്റെ ഈമാനുള്ള പെണ്ണുമക്കള് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ മോനെ ചൊല്ലോടോ നാണ് വാഹന കൊടുത്ത ആളാറ് കൊന്നുണ്ടാ നിന്റെ ബാപ്പക്ക് പിരിസപ്പെട്ട ഒരാളുടെ മോനാണ്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുറോ ഇങ്ങനെ മരണപ്പെട്ടു പോയ ബാപ്പുണ്ടല്ലേ, ഇങ്ങനെ മരണപ്പെട്ടു പോയ ഖബറിൽ ഉൾകൊള്ള ബാപ്പുണ്ടല്ലേ, ആ ബാപ്പരൊട്ടിക്ക് നിങ്ങൾക്ക് കടപ്പാടുണ്ടോ? എന്തൊര കടപ്പാട് കൊന്നുണ്ടാ ആ ബാപ്പകാരട്ടെല്ലാം പിരിസയില്ല. നിങ്ങളെ എന്തെങ്കിലും ഒരു ദാവത്താക്കുമ്പോ ഇന്നെ വിളിക്കൊണ്ടോണ്ട് നിങ്ങളുടെ ബാപ്പ പിരിസത്തിൽ ഒരാളെ കൊണപണ്ടിട്ട് കണ്ടെങ്കിൽ ബാപ്പ മരണപ്പെട്ടു പോയതിന് പിന്നെ ബാപ്പരൊട്ടിക്ക് ബന്ധയിന്നാലെ മറക്കൊടുക്കു തീരാ. ആരെല്ലാം നിങ്ങളുടെ ബാപ്പക്ക് പിരിസയില്ല, ആരെല്ലാം നിങ്ങളുടെ ഉമ്മക്ക് പിരിസയില്ല, അങ്ങനെ ഒരു കാലത്തിലും നിങ്ങൾ മരിക്കോളം മറക്കൊടുക്കു തീരാ. ഇത് അല്ലാഹുവിന്റെ റസൂൽ പടിപാടിയത് കൊണ്ട് നിന്റെ ബാപ്പക്ക് പിരിസപ്പെട്ട ഒരാളെ മോണായത് കൊണ്ട് നിന്റെ വാഹനം അയാളെ എന്താണ് കൊടുത്തത്? എത്ര വലിയ ഇബാദത്തുകാരനായെങ്കിലും, എത്ര വലിയ ഖാദിയാറായെങ്കിലും, എത്ര വലിയ ഔലിയാക്കന്മാരായെങ്കിലും ഉമ്മയുടെ പുറത്തുമില്ലാതെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട. ഹബീബായ റസൂലുള്ളാഹി തആല ചൊല്ലുടോ നിന്റെ വഅദനാണ് നിപ്പാടിയോട്ട് വന്നേ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ തൊട്ടിയിലെ കിതാബ് പുറക്കെ പറഞ്ഞത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നോക്കുമ്പോൾ ഒരു 3-4 സംഭവം മാത്രമാണ്. ഒരു 3-4 വട്ടം ചെറിയ ഒരു പാല് കുടിക്കുന്ന കിതാബ് പുറക്കെ പറഞ്ഞ സംഭവം ഇസ്ലാമിൽ നടന്നത്. ഉമ്മയുടെ പാല് കുടിക്കുമ്പോ ഉമ്മാണ്ട് പോലും പിടിക്കണു കാവാത്ത കിടാവു, ഉമ്മാണ്ട് പോലും പിടിക്കണു വയസ്സാവാത്ത കിടാവുണ്ടല്ലേ. അങ്ങനത്തെ കിടാവ് പലക പറഞ്ഞ കനക്ക് 4 സംഭവമുണ്ടോ? 4 വട്ടം അങ്ങനത്തെ ഒരു സംഭവം പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം നോക്കുമ്പോ കിട്ടിയത്. അതിലൊന്നും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ സ്വഹീബു ജുറൈജ് മൂസാ നബിയുടെ കാലത്ത് അഥവാ ബനൂ ഇസ്രായീലുണ്ടല്ലേ അല്ലാഹുവിനെ ആരാധിക്കടെ വലിയ ഒരു മഹ്റമാണിത്. അയാള് വലിയ ഇബാദത്തുകാരനാണ്. അയാൾ ഇബാദത്ത് ചെയ്തിട്ട് ഒരു മനുഷ്യനും കാണാത്ത ജാഗയിൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണോ ചൊന്നോട്ടു അതാ കാടുക പോയിട്ട് ചെറിയ ഒരു ഗുഡിസൽ കെട്ടിട്ട് അല്ലാഹുവിനെ ആരാധിക്കണോ തുടങ്ങടേ. എന്റെ നാടും നിങ്ങൾ എവിടേക്ക് പോയ മുസ്ലിമീങ്ങള് ഹെജ്ജക്ക് പള്ളി നിന്നിട്ട് പോലും പള്ളിയുടെ മിനാരത്തിൽ ബാങ്ക് കേൾക്കുമ്പോ 5 വഖത് ഫർദ് നിസ്കാരത്തിന് പോണോ സാധ്യമില്ല. മുസ്ലിമായ ബാലകാരന്മാർ ഗാഞ്ചത്തെ അടിമകളായോണ്ടില്ലേ. നല്ല നല്ല ബാലകാരന്മാർ കൃത്യമായി ഖുർആൻ ഒതുക്കു പഠിച്ച 5 വഖത് ഫർദ് നിസ്കരിക്കണ ഒരു കാലത്ത് പള്ളിക്ക് വന്നങ്ങ അതാ സഹവാസ ദോഷം കൊണ്ടുട്ടാ എന്തെങ്കിലും കൊണ്ടുട്ടാ ലഹരി പദാർത്ഥ അടിമകൾ അവിടെ കാലത്തിലല്ലേ നാടും നിങ്ങൾ ജീവിച്ചോണ്ടല്ലേ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടോ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ആരാധിക്കണു വേറെ എന്തും തടസ്സാവണു തീരാ. ഒരാളെ ചങ്ങായി പാടുകൊണ്ടും നിന്റെ ഇബാദത്തുക്ക് തടസ്സാവണു തീരാ ചൊല്ലുടോ. അതാ കാട്ടെ ഉൾക പോയിട്ട് ചെറിയ ഒരു ഗുഡിസൽ കെട്ടിട്ട് അവിടെ ഇബാദത്ത് എടുക്കണു തുടങ്ങടേ. കുറേ നാൾ കഴിയുമ്പോ ജുറൈജ് റളിയല്ലാഹു അൻഹുടെ ഉമ്മ പോയിട്ട് യാ ജുറൈജ് ഓ ജുറൈജ് മോനെ വിളിക്കുമ്പോ മഹാനായ അല്ലാഹുവിന്റെ വലിയായ ജുറൈജ് നിസ്കാരത്തിലാണ്. നാണെന്താ ഗുണപടച്ചോനെ ഒരു ഭാഗത്തിൽ ഉമ്മ വിളിച്ചോണ്ടുണ്ടോ, ഒരു ഭാഗത്തിൽ അല്ലാഹുവിന്റെ സംഭാഷണമാണ്. നിസ്കാരത്തെ കൈവിടണ അല്ലാഹുവിന്റെ സംഭാഷണലേ നാണ് തുടരണ. അതല്ല അല്ലാഹുവിന്റെ ബന്ധപ്പെട്ടിട്ട് വരട്ടികനാണ് തിരിഞ്ഞു നിൽക്കൊണ്ടാണ്ട് കേൾക്കുമ്പോ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടോ ജുറൈജ് റളിയല്ലാഹു അൻഹു
നിസ്കാരത്തെ കൈവിടുന്നില്ല. അങ്ങനെ ജുരൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലായി നോക്കുമ്പോൾ ഉമ്മ കുറേ പിരിച്ചിട്ട് മടങ്ങി പോണ്ടു. പിറ്റാണ്ട് ബദലെ ഉമ്മ വന്നിട്ട് ജുരൈജ് മോനെ നിന്റെ ഉമ്മ വന്നര് നിന്റെ ഉമ്മ പിരിക്കരു ചൊല്ലുമ്പോൾ ബദലെ ജുരൈജ് തങ്ങളുടെ നിസ്കാരത്തിലുണ്ടോ രണ്ടും ഉമ്മ വന്നതായ നിസ്കാരത്തിലുണ്ടോ. ഞാൻ എന്താക്കണോ അല്ലാഹ് ഉമ്മയുടെ വിളിക്ക് കൊടുക്കണം. അല്ലാഹുവിന്റെ നിസ്കാരത്തിലാണ് കണ്ടിന്യൂ ആക്കണം. ചൊല്ലു ചിന്തിക്കുമ്പോൾ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തെ കൊടുക്കാറില്ല. രണ്ടാമത്തെ നമ്മുടെ ഉമ്മ മടങ്ങി പോണ്ടു. അതേ പിറ്റാണ്ടും ഉമ്മ വന്നിട്ട് അങ്ങനെ വിളിക്കുമ്പോൾ മോനെ ജുറൈജിന്റെ വയസ്സായ ഉമ്മ വന്നൊരു മോനെ എന്റെ ഉമ്മയുടെ വിളിക്ക് നീ ഉത്തര തണ്ടില്ല മോനെ. ഉമ്മമാര് വിളിക്കുമ്പോ പാപ്പമാര് വിളിക്കുമ്പോ അത് കേട്ടിട്ടും കേൾക്കാത്ത പാലകാർ മക്കളില്ലേ, കേട്ടിട്ടും കേൾക്കാത്ത കണിക്കാക്കടെ പെണ്ണ് മക്കളില്ലേ. മോളെ നിന്റെ പോലത്തെ